നിങ്ങൾക്ക് ആരുടെയെങ്കിലും പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യണം, നിങ്ങളുടെ ക്രഷിൻ്റെ ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സൈക്കോളജിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന ഓഷ്യൻ മെത്തേഡ് എന്ന് പറയുന്നത് 5 ട്രെയ്റ്റ്സിനെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരാളുടെ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യാം. ആദ്യത്തെ O എന്ന് പറയുന്നത് ഓപ്പൺനെസ് ആണ്. അയാൾ എത്രമാത്രം ലൈക്ക് ഓപ്പൺ മൈൻഡഡ് ആണ്, ക്രിയേറ്റീവ് ആണ്, ഇമാജിനേറ്റീവ് ആണ്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ക്യൂരിയസ് ആണ് എന്നുള്ളത് 1 to 5 നിങ്ങൾ റേറ്റ് ചെയ്യാം. രണ്ടാമത്തെ C എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആണ്. ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും, ഭയങ്കര ഗോൾ ഫോക്കസ്ഡ് ആയിരിക്കും, ഡിസിപ്ലിൻഡ് ആയിരിക്കും, ഓർഗനൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതില്ലാത്ത ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ പട്ടം പോലെ പറന്ന് നടക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് കോൺഷ്യസ്നെസ് ഭയങ്കര കുറവാണ്. E is എക്സ്ട്രാവേർട്ടഡ്നെസ്. നമുക്കറിയാമല്ലോ, എക്സ്ട്രോവേർട്ട് ആണോ ഇൻട്രോവേർട്ട് ആണോ, എങ്ങനെയാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണോ, ഔട്ട് ഗോയിങ് ആയിട്ടുള്ള പേഴ്സൺസ് ആണോ എന്നുള്ളത് ആണ് അതിൽ വരുന്നത്. ആൻഡ് നാലാമത്തെ എഗ്രിയബിൾനെസ് ആണ്. എങ്ങനെയാണ് ആ വ്യക്തി എഗ്രി ചെയ്യുന്നത്. ഇവിടെ കൈൻഡ്നെസ്സും കോപ്പറേറ്റീവ്നെസ്സും എംപതിയൊക്കെയാണ് നോക്കുന്നത്. ചില ആളുകൾ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരിക്കും, ചില ആൾക്കാർ പറഞ്ഞതിനോടൊക്കെ ഓക്കെ എന്ന് പറയും. ഫ്രണ്ട്ലിനെസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ആൻഡ് അഞ്ചാമത്തെ N എന്ന് പറയുന്നതാണ് ന്യൂറോട്ടിസിസം. ന്യൂറോട്ടിസിസം കൂടിയ ആളുകൾക്ക് പെട്ടെന്ന് അവർ സ്ട്രെസ്ഡ് ആവും, ഭയങ്കര ഇമോഷണലി ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര ഹൈ ആയിട്ടുള്ള ന്യൂറോട്ടിസിസം ഉണ്ടാവും. പക്ഷെ അല്ലാത്തവർ എന്തായിരിക്കും, ഭയങ്കര കാമായിരിക്കും, ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതേപോലെ ലവ്, അട്രാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ് വീഡിയോസിനോട് ഡോണ്ട് ഫർഗെറ്റ് ഫോളോ ബിജിൽ.